ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചായക്കടയിലെ പൊരിച്ച പത്തിരി അതേ രുചിയിൽ വീട്ടിൽ തയ്യാറാക്കാം. മലബാറിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ പൊരിച്ച പത്തിരി പ്രഭാത ഭക്ഷണമായും അത്താഴത്തിനും ചായക്കടിയായും കഴിക്കാൻ സ്വാദിഷ്ടമാണ്. അതുപോലെ തന്നെ ബീഫ് ലിവർ റോസ്റ്റ് രുചികരമായി വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്നും കൂടി നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യണം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചേരുവകൾ തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് നാളികേരം ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. അങ്ങനെ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് 1 പച്ചമുളക്, 5 ചുവന്നുള്ളി, 3 വെളുത്തുള്ളിയാണ്. ഇതും ഒന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യിന് പകരം വെളിച്ചെണ്ണയും ചേർക്കാവുന്നതുമാണ്. ഇപ്പോൾ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ചെടുത്ത ഉള്ളിയും പച്ചമുളകും ചേർത്ത് റോ ഫ്ലേവർ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇപ്പോൾ റോ ഫ്ലേവർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 കപ്പ് വെള്ളം ചേർക്കാം. ഞാൻ 2.5 കപ്പ് അരിപ്പൊടിയുടെ അളവിനാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. പിന്നെ ഓരോ അരിപ്പൊടിയുടെ വ്യത്യാസത്തിനനുസരിച്ച് ചേർക്കുന്ന വെള്ളത്തിൽ മാറ്റം വന്നേക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്തിളക്കി കൊടുക്കാം. അരിപ്പൊടി നന്നായി ചേർന്ന് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ എള്ളും നേരത്തെ ചതച്ചെടുത്ത നാളികേരവുമാണ്. ഇവ രണ്ടും ചേർത്ത് കൊടുത്ത് 5 മിനിറ്റ് വരെ നന്നായി കുഴച്ചെടുക്കണം. അങ്ങനെ ഇത് നന്നായി കുഴച്ചെടുത്ത് ചെറിയൊരു കനത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ അടുപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുമുണ്ട്. ഇതുപോലെയാണ് പൊരിച്ച പത്തിരിയുടെ കനം വേണ്ടത്. അങ്ങനെ പൊരിച്ച പത്തിരിക്കുള്ളതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കാം. ഇവിടെ ഞാൻ ചീനച്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് പത്തിരി ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ പൊങ്ങി വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ള പത്തിരിയും ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് ബീഫ് ലിവർ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച 1 കപ്പ് ചുവന്നുള്ളിയും 1 മീഡിയം സൈസിലുള്ള സബോളയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. സബോള ഒന്ന് വാടി വരുമ്പോൾ നടുക്കീറിയെടുത്ത് 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സബോള വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞെടുത്ത 2 മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം.
തക്കാളി ഉടഞ്ഞു വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ വീതം ബീഫ് മസാല, കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, പെരുംജീരകം എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത ബീഫ് ലിവർ ചേർത്ത് കൊടുക്കാം. പിന്നെ ബീഫ് ലിവർ കഴുകിയെടുക്കുമ്പോൾ വിനാഗിരിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ ലിവർ അരമണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷം കഴുകിയെടുത്താൽ മതി. ഇങ്ങനെ ചെയ്താൽ ലിവറിലുള്ള ബ്ലഡ് നന്നായി പോകുകയും ലിവർ സോഫ്റ്റ് ആകുകയും ചെയ്യും. ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ലിവർ മസാലയിൽ നന്നായി ചേർന്ന് വന്നു കഴിഞ്ഞാൽ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം വെറ്റി നല്ല റോസ്റ്റ് പരുവമായിട്ടുണ്ട്. പിന്നെ ലിവറിന് അധികം വേവൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് മതിയാകും. ഇനി ഇതിലേക്ക് അവസാനമായി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചേർത്തിളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ രുചികരമായ ബീഫ് ലിവർ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് പൊരിച്ച പത്തിരിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഈ ഒരു രീതിയിൽ പൊരിച്ച പത്തിരിയും ലിവർ റോസ്റ്റും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.